ഹായ് ഓൾ. യു പി സ്കൂൾ അസിസ്റ്റൻറ്റിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ആര്? ആൻസർ വരുന്നത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എനിക്കൊരു സ്വപ്നമുണ്ട് പ്രസിദ്ധമായ ഒരു പ്രസംഗത്തിൻ്റെ തുടക്കമാണ്. ഇത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു ലൈനാണ്, പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ തുടക്കമാണ്. അടുത്തത്, എളയടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം. ആൻസർ വരുന്നത് കൊട്ടാരക്കര. അടുത്ത ചോദ്യം നോക്കാം. ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി OM നമ്പ്യാർ. ബാലൻ K നായർക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ഓപ്പോൾ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ. ആൻസർ KS സേതുമാധവൻ. ആറാമത്തെ ചോദ്യം, യൂറോപ്യൻ രേഖകളിൽ റിപ്പോളിൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇടപ്പള്ളി. റിപ്പോളിൻ എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളി. ഏതാണ് പഞ്ചമവേദം എന്നറിയപ്പെടുന്നത്? പഞ്ചമവേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് സിസ്റ്റർ അൽഫോൺസ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് സിസ്റ്റർ അൽഫോൺസ. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊണ്ടോട്ടിയിലാണ് മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അഗാഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി കളിയുമായിട്ടാണ് അഗാഖാൻ കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദെൻ, ഹാരി പോട്ടർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? ഹാരി പോട്ടർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് JK റൗളിംഗ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വിദേശ നിക്ഷേപം സ്വീകരിച്ച പത്രമാണ് ബിസിനസ് സ്റ്റാൻഡേർഡ്. ഇന്ത്യയിൽ ആദ്യമായി വിദേശ നിക്ഷേപം സ്വീകരിച്ച പത്രമാണ് ബിസിനസ് സ്റ്റാൻഡേർഡ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ദെൻ, കീശ നിഘണ്ടു എന്ന പേരിലാണ് മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു നിഘണ്ടുവിൻ്റെ ആദ്യ ഭാഗങ്ങൾ പുറത്തുവന്നത്. നിഘണ്ടു ഏതാണ്? കീശ നിഘണ്ടു എന്ന പേരിൽ മലയാളത്തിൽ പ്രസിദ്ധമായൊരു നിഘണ്ടുവിൻ്റെ ആദ്യ ഭാഗങ്ങൾ പുറത്തു വന്നു. ആ നിഘണ്ടുവാണ് ശബ്ദതാരാവലി. ആൻസർ വന്നിട്ട് ശബ്ദതാരാവലി. അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത്? അൽഷിമേഴ്സ് ദിനമാണ് സെപ്റ്റംബർ 21. ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ളത് ഏത് രാജ്യത്താണ്? ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ളത്. ദെൻ, പഞ്ചാബിലെ അമൃത്സർ സുവർണ ക്ഷേത്രത്തിൽ നിന്ന് സിഖ് ഭീകരന്മാരെ തുരത്തിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. പക്ഷികളുടെ സ്വർഗ എന്ന് അറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം? രംഗനത്തിട്ട പക്ഷി സങ്കേതമാണ് പക്ഷികളുടെ സ്വർഗ എന്നറിയപ്പെടുന്നത്. ലോക്സഭയിലെ ഇംഗ്ലീഷിലുള്ള പേര്? ലോകസഭയുടെ ഇംഗ്ലീഷിലുള്ള പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ. ഓക്കെ, ഹൗസ് ഓഫ് ദി പീപ്പിൾ. ISBNൻ്റെ പൂർണ്ണരൂപം? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ. ISBNൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ. ഇന്ത്യയിൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ പിൻകോഡ് സിസ്റ്റം ഏർപ്പെടുത്തിയത് എന്ന്? 1972 ഇന്ത്യയിൽ പിൻകോഡ് സിസ്റ്റം ഏർപ്പെടുത്തിയത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആര്? ബാൻ കി മൂണാണ്. ഇത് അന്നത്തതാണ്. ഇപ്പോൾ ആരാണ്? ഗുട്ടറസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. ദെൻ, ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരത്തിൻ്റെ ഔദ്യോഗിക നാമം അക്കാദമി അവാർഡ് എന്നാണ്. ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരത്തിൻ്റെ ഔദ്യോഗിക നാമമാണ് അക്കാദമി അവാർഡ്. ദെൻ, പ്രധാനമന്ത്രിയുടെ ന്യൂഡൽഹിയിലെ വസതി എവിടെയാണ്? റേസ് കോഴ്സ് റോഡ്. റേസ് കോഴ്സ് റോഡാണ് ആൻസർ. സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂറിനകം അവിശ്വാസ വോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂറിനകം അവിശ്വാസ വോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. ദെൻ, ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആര്?
മഹാദേവ ദേശായി. മഹാദേവ ദേശായിയാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ചന്ദ്രനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനശാഖയുടെ പേരെന്ത്? ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖയാണ് സെലനോളജി. ഓക്കെ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെ ആണ്. വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ. ആഗോളതാപനത്തിന് കാരണമായ വാതകം. ആഗോളതാപനത്തിന് കാരണമായ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 മാത്രമേയുള്ളൂ എന്ന് സിദ്ധാന്തിച്ചത് തോമസ് യങ് ആണ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 മാത്രമേയുള്ളൂ എന്ന് സിദ്ധാന്തിച്ചത് തോമസ് യങ്. അടുത്തത് നോക്കാം. ഭാരതീയ വൈദ്യശാസ്ത്രത്തിലെ സുപ്രധാന ഗ്രന്ഥങ്ങളിലൊന്നായ അഷ്ടാംഗഹൃദയത്തിൻ്റെ കർത്താവ്. അഷ്ടാംഗഹൃദയത്തിൻ്റെ കർത്താവാണ് വാഗ്ഭടൻ. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത്. ക്ഷയരോഗത്തിന് കാരണമായ ട്യൂബർകുലോസിസ് ബാക്ടീരിയ തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ റോബർട്ട് കോക്ക്. ട്യൂബർകുലോസിസ് ബാക്ടീരിയ തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് കോക്ക്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് രാസസൂര്യൻ. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ചൈനയുടെ ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേരെന്ത്? ചാങ്-ഇ-1. ചാങ്-ഇ-1. ശാസ്ത്രീയ പഠന രീതിയിലെ ആദ്യഘട്ടം. ശാസ്ത്രീയ പഠന രീതിയിലെ ആദ്യഘട്ടം ഏത്? പ്രശ്നാനുഭവം. ആദ്യത്തെ ഘട്ടം പ്രശ്നാനുഭവം. ശാസ്ത്ര സമീപനത്തിൻ്റെ ഏറ്റവും മൗലികമായ ലക്ഷണം എന്ത്? കാര്യകാരണത്തോടുകൂടിയ യുക്തിചിന്ത. കാര്യകാരണത്തോടുകൂടിയ യുക്തിചിന്തയാണ് ശാസ്ത്രീയ സമീപനത്തിൻ്റെ ഏറ്റവും മൗലികമായ ലക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ. നിശാന്തതയുടെ കാരണം ഏത് വൈറ്റമിൻ്റെ അഭാവമാണ്? വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ് നിശാന്തത ഉണ്ടാകാൻ കാരണം. മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത്. മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. സർക്കാർ വക പൊതു പൈപ്പുകളിലൂടെയുള്ള ജലം ശുദ്ധീകരിക്കുന്നത് ഏത് രാസവസ്തു ഉപയോഗിച്ചാണ്? ക്ലോറിൻ. ക്ലോറിനാണ് ആൻസർ. സർക്കാർ വക പൊതു പൈപ്പുകളിലൂടെയുള്ള ജലം ശുദ്ധീകരിക്കുന്നത് ഏത് രാസവസ്തു ഉപയോഗിച്ചാണ്? ക്ലോറിൻ. രാമൻ എഫക്റ്റ് എന്തിൻ്റെ പഠനത്തിന് ഉപയോഗിക്കുന്നു? മോളിക്യുലർ എനർജി. മോളിക്യുലർ എനർജിയുടെ പഠനത്തിനാണ് രാമൻ എഫക്റ്റ് ഉപയോഗിക്കുന്നത്. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടനാണ് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത്. നാരങ്ങയിൽ കാണപ്പെടുന്ന ആസിഡ് സിട്രിക് ആസിഡ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ്. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന മേഖലയാണ് സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന മേഖലയാണ് സൈലന്റ് വാലി. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം വരുന്നത് മനില. ഇൻ്റർനെറ്റ് വഴി വ്യാപാരം നടത്തുന്ന സംവിധാനം ഏത്? ഇ-കൊമേഴ്സ്. ഇൻ്റർനെറ്റ് വഴി വ്യാപാരം നടത്തുന്ന സംവിധാനമാണ് ഇ-കൊമേഴ്സ്. ശകവർഷം ആരംഭിച്ചത് എന്ന്? AD 78 ശകവർഷം ആരംഭിച്ചത്. ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം? AD 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത്. 2002 മുതൽ 2007 വരെ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. 2002 മുതൽ 2007 വരെയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. 2001 സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1058:1000. 1058:1000 2001 സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം. പുസ്തക രൂപത്തിലാക്കിയ ഭൂപടങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? അറ്റ്ലസ്. പുസ്തക രൂപത്തിലാക്കിയ ഭൂപടങ്ങളാണ് അറ്റ്ലസ്. ഏതു സ്ഥലത്തിൻ്റെ പഴയ പേരാണ് ഗണപതി വട്ടം? സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം. ആദ്യമായി വനിതകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യമാണ് ന്യൂസിലാൻഡ്. പണ്ടുകാലത്ത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ ഭരണികൾ അറിയപ്പെടുന്നത് നന്നങ്ങാടി.
അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359 പ്രകാരമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ചിത്രലിപി. സിന്ധു നദീതട സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ചിത്രലിപി. ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാനയിലാണ് പാനിപ്പത്ത് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998. കേരളത്തിൽ പയ്യന്നൂർ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് പയ്യന്നൂർ. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടങ്ങളിലെ വിലപ്പെട്ട രേഖകൾ പരിശോധിക്കുകയും സ്വയം നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന രീതിയാണ് ഉൽപ്പത്തി പരിശോധനാ രീതി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സാമൂഹിക ശാസ്ത്ര പഠനത്തിന് താൽപ്പര്യം ജനിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത്? ഓപ്ഷൻസ് തന്നിട്ടുള്ളത്: പാഠപുസ്തകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യിക്കുക, കൂടുതൽ ഗൃഹപാഠം ചെയ്യിക്കുക, പാഠ്യപദ്ധതിയിലെ എല്ലാ വസ്തുതകളും പഠിക്കുക. ഡി വരുന്നത് സാമൂഹിക ശാസ്ത്ര ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുക. അപ്പോൾ സാമൂഹിക ശാസ്ത്ര പഠനത്തിന് താൽപ്പര്യം ജനിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത് സാമൂഹിക ശാസ്ത്ര ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യം പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1951. 1951 ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. സോ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ.